പടക്കളം അധ്യായം 13. പ്രേമചന്ദ്രനും പിന്നാലെ യദുരാമനും ഓടിപ്പോയ ഭാഗത്തേക്ക് നോക്കി അമൃതയും വിനയയും നിത്യമോളം പകച്ചു നിന്നു. അവർ ഓടുന്നത് കണ്ടപ്പോൾ തന്നെ അരുതാത്തതെന്തോ സംഭവിച്ചുവെന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഇതിനിടെ വിനയ ആ കുപ്പിയെടുത്ത് മണപ്പിച്ചു നോക്കി. അതിനുള്ളിൽ ആസിഡ് ആണെന്നറിഞ്ഞതോടെ അവൾ ശക്തിയായി ഞെട്ടി. ഋഷി ബൾബിനുള്ളിൽ ആസിഡ് നിറച്ചുവെന്നും അതുമായിട്ടാണ് പോയിരിക്കുന്നതെന്നും അവൾക്കുറപ്പായി. പതിഞ്ഞ ഒരു തേങ്ങൽ അവളിൽ നിന്നുയർന്നു. എന്താടി? അമ്പരപ്പോടെ അമൃത തിരിഞ്ഞു. അവൾ കാര്യം പറഞ്ഞു. എന്റെ ഈശ്വര! തലയിൽ കൈവച്ചുകൊണ്ട് അവിടെ തന്നെ കുത്തിയിരുന്നു പോയി അമൃത. പ്രേമചന്ദ്രനും യദുരാമനും അപ്പോൾ വണ്ടി പോലും ഉപയോഗിക്കാതെ കശുമാവിൻ തോപ്പിലേക്ക് കുറുക്കുവഴിയെ ഓടുകയായിരുന്നു. പ്രേമചന്ദ്രന്റെ വീടിന് പിന്നിലൂടെ പോയാൽ ഒരിടവഴിയെ കശുമാവിൻ തോപ്പിൽ എത്താമായിരുന്നു. വേവലാതിയോടെ അവർ അതിനടുത്തെത്തി. പപ്പ, സൂക്ഷിക്കണം. ഋഷിയെ അവർ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ കാരണം അവൻ പിടികൂടപ്പെടരുത്. അയാൾക്ക് കാര്യം മനസ്സിലായി. കശുമാവിൻ തോപ്പിലേക്ക് കടന്ന് അവർ കാത് കോർപ്പിച്ചു. ഒച്ചയും അനക്കവും ഒന്നുമില്ല. ഭീകരമായതെന്തോ നടക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് പോലെയോ വന്യമായ ഒരു നിശബ്ദതയായിരുന്നു അവിടെ. അത് കണ്ടോ പപ്പ? യദുരാമൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് പ്രേമചന്ദ്രനും നോക്കി. ചില്ലകൾക്കിടയിലൂടെ കാറിന്റെ അല്പഭാഗങ്ങൾ കാണാമായിരുന്നു. ഡോറുകൾ അടയുന്നു. കാർ മുന്നോട്ടു നീങ്ങുകയാണ്. ഋഷിയെ അവർ പിടിച്ച് അതിനുള്ളിലാക്കി കൊണ്ടു പോകുകയാണോ? അങ്ങനെ ചിന്തിച്ചപ്പോൾ പ്രേമചന്ദ്രന്റെ ഹൃദയത്തിനുള്ളിൽ തീഗോളം പതിച്ചതുപോലെ ഒരാന്തലുണ്ടായി. അയാൾ മുന്നോട്ട് കുതിച്ചു. കാൽ കീഴിൽ കരിയിലകൾ ഞെരിഞ്ഞമർന്നു. കുറ്റിക്കാടുകൾക്കും ചെറുവള്ളികൾക്കും ഇടയിലൂടെ അയാൾ റോഡിലെത്തിയപ്പോഴേക്കും കാർ അങ്ങേ വളവിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഋഷിമോനെ അവർ പിടിച്ചുകൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കുവാൻ തന്നെ അയാൾക്ക് ഭയം തോന്നി. യദുരാമനും അങ്ങെത്തി. ഇനി എന്തു ചെയ്യും മോനെ നമ്മൾ? അതിന് ഉത്തരം നൽകുവാൻ യദുരാമന് കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞ് അവർ പറഞ്ഞു. ഏതായാലും നമുക്ക് ഈ തോട്ടത്തിലൊന്ന് നോക്കാം പപ്പ. ഇരുവരും ചേർന്ന് തിരച്ചിൽ തുടങ്ങി. ഒരിടത്തും ഋഷിയില്ല. നിരാശയോടെ അവർ തിരിഞ്ഞു നടക്കുവാൻ ഭാവിച്ചപ്പോൾ എവിടെയോ കരിയിലയുടെ ഒരിളക്കം. അവർ നെറ്റിച്ചുളിച്ച് ചുറ്റും നോക്കി. ഒരു കശുമാവിൻ ചുവട്ടിലെ കുറ്റിക്കാടും അതിനെ മൂടിക്കിടക്കുന്ന കാട്ടുവള്ളികളും അനങ്ങുന്നു. യദുരാമൻ അങ്ങോട്ട് നടക്കാൻ ഭാവിച്ചപ്പോൾ പ്രേമചന്ദ്രൻ പിടിച്ചു നിർത്തി. പെട്ടെന്ന് കുറ്റിക്കാടിനിടയിൽ നിന്നും ഒരു മുഖം പുറത്തേക്ക് വന്നു. ഋഷി. സന്തോഷവും കോപവും ഒന്നിച്ചാണ് അവരിൽ ഉണ്ടായത്. പപ്പയെയും ഏട്ടനെയും കണ്ടപ്പോൾ ഋഷിയുടെ മുഖമൊന്ന് വിളറി. ഇങ്ങോട്ട് വാടാ. പതിഞ്ഞതെങ്കിലും കനത്തതായിരുന്നു പ്രേമചന്ദ്രന്റെ ശബ്ദം. ഋഷി മടിയോടെ അടുത്തെത്തിയതും അയാൾ കൈവീശി മകന്റെ കരണത്തൊന്ന് കൊടുത്തതും ഒപ്പമായിരുന്നു. എന്തു ഭാവിച്ചാടാ നീ ഇങ്ങനെ? അവൻ മിണ്ടാതെ തലകുനിച്ചു നിന്നു. എടാ പറയാൻ. പ്രശ്നങ്ങൾ ഓരോന്ന് തീർന്നു വരുമ്പോൾ വീണ്ടും സമാധാനം കെടുത്താനാണോ നിന്റെ ഉദ്ദേശം? ചോദിച്ചുകൊണ്ട് അയാൾ മകന്റെ മുഖം പിടിച്ചുയർത്തി. പിന്നെ ആ നേരത്ത് ഞാൻ എന്തു ചെയ്യണമായിരുന്നു? അവൻ പൊട്ടിത്തെറിച്ചു. പപ്പയെയും ഏട്ടനെയും അവരെന്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ അവിടെ അടിപിടി ഉണ്ടാകത്തില്ലായിരുന്നോ? കാര്യമൊക്കെ ശരി തന്നെ. നിന്നെ അവന്മാർ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ചോദിച്ചത് യദുരാമനാണ്. അതപ്പോഴത്തെ കാര്യമല്ലേ. ഏതായാലും കണ്ടില്ലല്ലോ. ഒട്ടും കൂസലില്ല ഇപ്പോൾ അവന്. പക്ഷേ യദുരാമൻ വിട്ടുകൊടുത്തില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനു നീ ആസിഡ് ബൾബുമായി അവിടെ വന്നിരുന്നു? ഋഷി പപ്പയെയും ഏട്ടനെയും മാറി മാറി നോക്കി. പിന്നെ അടിയേറ്റ കവളിൽ പതിയെ തടവിക്കൊണ്ട് അറിയിച്ചു. മറ്റൊരാളെ കാത്താണ് ഞാൻ ഇവിടെ ഇരുന്നത്. കൊച്ചുമോളുടെ ടീച്ചറായിരുന്ന കോമളയെ. അവരിപ്പോൾ ഈ വഴി വരുന്നുണ്ട്. അമ്പരന്നു പോയി പ്രേമചന്ദ്രനും യദുരാമനും. ആ പ്രശ്നമൊക്കെ തീർന്നതല്ലേടാ? അതെ, പക്ഷേ എനിക്ക് കിട്ടിയ തല്ലും അപമാനവും അങ്ങനെ മറക്കാൻ പറ്റുന്നതല്ലല്ലോ. പ്രേമചന്ദ്രന്റെ തലച്ചോറിൽ ഒരു തേൾ കുത്തി. അപ്പോൾ മെമ്പർ ശിവരാമനെ തല്ലിയതും നീയാണല്ലേ? അയാളെ മാത്രമല്ല, ഇൻസ്പെക്ടർ രമേശ് ചന്ദ്രനെ തല്ലിയതും നേരത്തെ ഗോപിനാഥിനെ തല്ലിയതും ഞാൻ തന്നെയാ. മുഖത്ത് നോക്കി അവനെങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. വീട്ടിൽ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. ഇനി മേലിൽ നീ ഇങ്ങനെ പ്രതികാരത്തിനിറങ്ങാനും പാടില്ല. അങ്ങനെ പ്രേമചന്ദ്രൻ ഋഷിയെയും കൊണ്ട് നടന്നു. ചിന്താഭാരത്തോടെ യദുരാമൻ പിന്നാലെയും. നേരം സന്ധ്യയാകാറായി. തന്റെ ഓഫീസിൽ നിന്നിറങ്ങിയ ഡിവൈഎസ്പി ആന്ത്രാക്സ് ലേഖ നേരെ പോയത് തോലു ഗംഗാധരനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ്. പോലീസുകാർ അവിടെ കാവലുണ്ടായിരുന്നു. അവർ ലേഖയ്ക്ക് മുന്നിൽ അറ്റൻഷനായി. ഗംഗാധരനെ കാണുവാൻ ആരെങ്കിലും വന്നിരുന്നോ ഇവിടെ? ഇല്ല സാർ. ലേഖ അവരെ ചുളിഞ്ഞ നെറ്റിയോടെ നോക്കി. വന്നുവെന്ന് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾക്ക് ഈ തൊപ്പി ഊരിവെക്കേണ്ടി വരും. എന്തു പറയുന്നു? പോലീസുകാർ മുഖാമുഖം നോക്കി. ലേഖയുടെ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണി അവർക്ക് വ്യക്തമായി.
എന്താ, എനിക്ക് എന്റെ വഴിയെ പോകാമല്ലോ അല്ലേ? ലേഖ വീണ്ടും തിരക്കി. അവർ ഒന്ന് പരുങ്ങി. ക്ഷമിക്കണം സാർ, ഒരാൾ ഇവിടെ വന്നിരുന്നു. ഗംഗാധരനെ കാണാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഒരു കോൺസ്റ്റബിൾ അറിയിച്ചു. ആരായിരുന്നു അയാൾ? ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ. ലേഖ കടുപ്പിച്ചൊന്ന് മൂളി. അനന്തരം ആജ്ഞാപിച്ചു, വാതിൽ തുറക്ക്. കോൺസ്റ്റബിൾ കീശയിൽ നിന്ന് കീ എടുത്ത് താഴെ തുറന്നു. ശബ്ദമുണ്ടാക്കാതെ ഓടാമ്പൽ നീക്കിയ ലേഖ അകത്തേക്ക് നോക്കി. കട്ടിലിന്റെ ക്രാസിലേക്ക് തലയുയർത്തി വെച്ച് ഉല്ലാസവാനായി ആപ്പിൾ കടിച്ചു തിന്നുകയാണ് തോല് ഗംഗാധരൻ. അവൾ അകത്തേക്ക് കയറിയപ്പോൾ അയാൾ ഞെട്ടിത്തിരിഞ്ഞു. ലേഖയെ കണ്ടപ്പോൾ ആ മുഖം കാർമേഘം കണക്കെ ഇരുണ്ടു. ഒപ്പം സൂത്രത്തിൽ അയാൾ ആപ്പിൾ താഴെയിട്ടു. വേണ്ട ഗംഗാധര, മനസ്സുപോലെ കടിച്ചു പറിച്ച് തിന്നോ? അവൾ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് വാതിൽ അടച്ചു ലോക്കിട്ടു. ഗംഗാധരന്റെ നെറ്റി ചുളിഞ്ഞു. ഞാൻ ടെൻഷൻ അടിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ താൻ സുഖിക്കുകയല്ലേടോ? അതിനിടയിൽ എവിടുന്ന് ടെൻഷൻ? ലേഖ തൊപ്പിയും കേനും മേശപ്പുറത്ത് വെച്ചു. തനിക്ക് യാതൊരു അസുഖവുമില്ലെന്ന് തന്നെപ്പോലെ തന്നെ അറിയാവുന്ന ആളാ ഞാനും. പിന്നെ പോലീസ് കസ്റ്റഡിയിൽ കോടതി അനുവദിച്ചിരിക്കുന്ന ദിവസങ്ങൾ ഇതിനുള്ളിൽ സുഖചികിത്സയിൽ കഴിയാമെന്ന തന്ത്രവും വളരെ നല്ലത്. ഇവിടുത്തെ നാറിയ പല നേതാക്കളും ഉപയോഗിക്കുന്ന അടവാ ഇത്. പക്ഷേ അത് ഈ ലേഖയുടെ അടുത്ത് വേണ്ട. താനങ്ങ് ചത്തുപോയാലും എന്റെ ജോലിയങ്ങ് തെറിച്ചാലും വേണ്ടിടത്ത് വേണ്ട രൂപത്തിൽ മറുപടി കൊടുത്തോളാം ഞാൻ. എന്നാലും തന്റെ നാവീന്ന് ഇന്ന് എനിക്ക് ആ സത്യങ്ങൾ അറിയണം. പറഞ്ഞതും ലേഖ മുന്നോട്ട് കുതിച്ച് അയാളെ ചവിട്ടിയതും ഒന്നിച്ചായിരുന്നു. അയ്യോ, കൊല്ലുന്നേ! നിലവിളിയോടെ ഗംഗാധരൻ കട്ടിലിൽ നിന്ന് ഒരു ചാക്കുകെട്ട് പോലെ തറയിലേക്ക് മറിഞ്ഞു. മിണ്ടരുത്, മിണ്ടിയാൽ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. അവർ കട്ടിലിന്റെ അപ്പുറത്തെത്തി. അയാളുടെ മുണ്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി കട്ടിലിലേക്കിട്ടു. പിന്നെ കവളിൽ കുത്തിപ്പിടിച്ചു. ജീവിച്ചിരിക്കണമെങ്കിൽ പറയടാ, നിനക്ക് വന്യമൃഗങ്ങളുടെ തോലുകൾ എവിടെന്നാ കിട്ടിയത്? നീ സ്വയം വേട്ടയാടിയതോ അതോ ആരെങ്കിലും കൊണ്ടു തന്നതോ? ഗംഗാധരന്റെ കണ്ണു തള്ളി. ലേഖ കൈമുട്ട് മടക്കി അയാളുടെ പൊക്കിളിൽ ആഞ്ഞൊന്നമർത്തി. കൊല്ലല്ലേ, ഞാൻ പറയാം. വികൃതമായൊരു ശബ്ദമാണ് നാവിൽ നിന്ന് പുറത്തു വന്നത്. ലേഖ പിടിവിട്ടു. വേഗം പറയടാ. ഗംഗാധരൻ ശ്വാസം വലിച്ചു വിട്ടു. പറയാൻ എന്താടാ താമസം? അയാളുടെ ഇടത് കവിൾ അടക്കം ഒന്നുകൂടി പൊട്ടിച്ചു ലേഖ. ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ സാറായിരുന്നു ഇടനിലക്കാരൻ. അയാൾ അറിയിച്ചു. ലേഖയുടെ കണ്ണുകളിൽ 2 തീപ്പൊരികൾ തിളങ്ങി. പെട്ടെന്ന് ഒരു മൊബൈൽ ഫോണിന്റെ ശബ്ദം. തന്റെ കീശയിൽ നിന്ന് ലേഖ ഫോണെടുത്തു. പക്ഷേ അതല്ല ശബ്ദിക്കുന്നത്. അവൾ ഗംഗാധരനെ തുറച്ചു നോക്കിയിട്ട് തലയണയുടെ അടിയിൽ കൈയിട്ട് ഫോണെടുത്തു. അതിൽ തെളിഞ്ഞ നമ്പർ മനസ്സിലാക്കിയിട്ട് ഗംഗാധരന് നീട്ടി. മടിയോടെയാണ് അയാൾ അത് വാങ്ങിയതും കാതോട് ചേർത്തതും. ഞാനാ ഗംഗാധരൻ. പെട്ടെന്ന് ലേഖ ആ ഫോൺ തട്ടിപ്പറിച്ച് കാതോട് ചേർത്തു. അതിൽ നിന്ന് പങ്കജാക്ഷന്റെ ശബ്ദം കേട്ടു. താനൊട്ടും പേടിക്കേണ്ടടോ തോലെ. റിമാൻഡ് കാലാവധി മുഴുവൻ തന്നെ അവിടെ തന്നെ താമസിപ്പിക്കുവാൻ വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ നമ്മുടെ ആളായതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇനി ആ ലേഖയല്ല, അവളുടെ അപ്പൻ വന്നാൽ പോലും നമുക്കൊരു ചുക്കുമില്ല. ലേഖ കേട്ടുനിന്നു. താനെന്താടോ ഒന്നും പറയാത്തത്? മറുപടിയായി ലേഖ ആ ഫോണെടുത്ത് തറയിലേക്ക് ഒറ്റ ഏറായിരുന്നു. സിം കാർഡും ബാറ്ററിയുമെല്ലാം ചിതറി വീണു. സിം കാർഡ് എടുത്ത് ലേഖ പോക്കറ്റിലിട്ടു. ആരാടോ തനിക്ക് ഈ ഫോൺ കൊണ്ടുവന്ന് തന്നത്? അവളുടെ മുഖഭാവം കണ്ട ഗംഗാധരൻ വല്ലാതെ പതറിപ്പോയി. പങ്കജാക്ഷൻ സാറ്. പെട്ടെന്ന് മറുപടി കിട്ടി. ലേഖ തന്റെ ഫോണിലൂടെ CI അനിരുദ്ധനെ വിളിച്ചു. സാർ. അപ്പുറത്തുനിന്ന് അനിരുദ്ധന്റെ ശബ്ദം. അനിരുദ്ധ, എവിടെയാണെങ്കിലും ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനെ ഉടൻ പൊക്കണം സാർ. കാര്യകാരണങ്ങളൊക്കെ അയാളോട് ഞാൻ പറഞ്ഞോളാം സാർ. ഫോൺ വെച്ചിട്ട് ആഹ്ലാദത്തോടെയാണ് അനിരുദ്ധൻ ചാടി എണീറ്റത്. ഇങ്ങനെ ഒരു ഉത്തരവ് തനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ഒത്തിരി കാലമായി അയാൾ കൊതിക്കുന്നുണ്ടായിരുന്നു. ജീപ്പ് നിറയെ പോലീസുകാരുമായി അയാൾ യാത്രയായി. പല സ്ഥലത്തും പങ്കജാക്ഷനെ തിരഞ്ഞു. എന്നാൽ കണ്ടെത്താനായില്ല. ആ നേരത്ത് പങ്കജാക്ഷൻ ഈട്ടിക്കാടൻ സുരേന്ദ്രന്റെയും വാസുവിന്റെയും അടുത്തുണ്ടായിരുന്നു. ഗോപിനാഥും വാവച്ചനും ഹരിലാലും SI രമേശ് ചന്ദ്രന്റെ കാലമാറ്റം മൂലം അകത്താകുവാനുള്ള സാധ്യതയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അയാൾ. എന്റെ മോനെ ഇനിയൊരു പോലീസിനും വിട്ടുകൊടുക്കില്ല ഞാൻ, വാവച്ചന്റെ അച്ഛൻ ഈട്ടിക്കാടൻ സുരേന്ദ്രൻ പറഞ്ഞു. വേണ്ടി വന്നാൽ എന്റെ ഷാപ്പിലെ തൊഴിലാളികളെ ഇറക്കി എല്ലാത്തിനെയും നിരപ്പാക്കും ഞാൻ. അതുതന്നെ വേണ്ടി വരുമെന്ന എനിക്കും തോന്നുന്നത്, ഹരിലാലിന്റെ അച്ഛനും ട്രേഡ് യൂണിയൻ നേതാവുമായ വാസുവും പറഞ്ഞു. എന്റെ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. തല്ലണോ അതോ കൊല്ലണോ?
എന്തിനും ഒരുക്കമാ ഞാനും. അവർ മൂവരും ചേർന്ന് ചില പദ്ധതികൾക്ക് രൂപം നൽകി. അതിനുശേഷം പങ്കജാക്ഷൻ യാത്ര പറഞ്ഞു. വഴിക്ക് ഒരു അന്തിച്ചന്തയുണ്ടായിരുന്നു. അവിടെ സാമാന്യം തിരക്കുണ്ട്. കാർ അവിടെ എത്തിയതോടെ എതിരെ വന്ന പോലീസ് ജീപ്പ് അതിനു മുന്നിൽ ബ്രേക്കിട്ടു. CI അനിരുദ്ധൻ ചാടിയിറങ്ങി. ഡ്രൈവർ തിരിഞ്ഞ് പങ്കജാക്ഷനെ നോക്കി. അയാളും ഇത് കണ്ടിരുന്നു. കാറിനടുത്തെത്തിയ അനിരുദ്ധൻ കെയിൻ കൊണ്ട് ഡോറിൽ മുട്ടി. തുറക്കടോ. കോപത്തോടെ പങ്കജാക്ഷൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. എന്താ കാര്യം? അയാൾ ചുറ്റും നോക്കി. ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. എങ്ങനെ വേണം ഞങ്ങളോട് ഇടപെടേണ്ടതെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. ചന്തയിൽ വന്നവരുടെ മുഴുവൻ ശ്രദ്ധ അവിടേക്കായി. അനിരുദ്ധൻ കൗതുകത്തോടെ അയാളെ നോക്കി നിന്നതേയുള്ളൂ. ആളുകളുടെ മുന്നിൽ ആളാകുവാൻ കിട്ടിയ അവസരം പങ്കജാക്ഷൻ കളഞ്ഞില്ല. വെറുതെ കാക്കിയിട്ടോണ്ട് ഇങ്ങനെ മുന്നിൽ വന്ന് വടി പോലെ നിൽക്കാതെ എടുത്തു മാറ്റടോ ജീപ്പ്. ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല, വിനയം ഭാവിച്ചാണ് അനിരുദ്ധൻ പറഞ്ഞത്. എന്നാൽ പറഞ്ഞു തുലയ്ക്കടോ, അയാൾ ജ്വലിച്ചു. താങ്കൾ എന്റെ കൂടെ സ്റ്റേഷൻ വരെ വരണം. എന്തിന്? അയാൾ നെറ്റി ചുളിച്ചു. അതറിയില്ല, ലേഖ സാറ് പറഞ്ഞിട്ടാ. ഭൂ, ഒരു ലേഖ സാർ? അവളുടെ അടിപ്പാവാട വരെ കഴുകിക്കൊടുക്കാൻ തയ്യാറായി. താനൊക്കെ നിൽക്കുന്നത് കൊണ്ടാടോ അവൾക്ക് ഇത്രയും അഹങ്കാരം. വരാൻ എനിക്ക് മനസ്സില്ലെന്ന് താൻ നേരിട്ട് ചെന്നങ്ങ് പറഞ്ഞാൽ മതി. അയാൾ തിരികെ കാറിലേക്ക് കാൽവെച്ചു. നിങ്ങൾ വരാതെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ പങ്കജാക്ഷ. അനിരുദ്ധൻ അയാളുടെ തോളിൽ പിടിച്ചു. അയാൾ നിന്നു, തല തിരിച്ചു. കൈയെടുക്കടോ. പക്ഷേ അനിരുദ്ധൻ അനങ്ങിയില്ല. ഛി, തന്നോടല്ലേടാ പറഞ്ഞത്. പങ്കജാക്ഷൻ കൈ തട്ടിമാറ്റി. അനിരുദ്ധന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം വന്നു. കൈവീശി ഒറ്റയടിയും ഷർട്ടിൽ പിടിച്ചൊരു വലിയുമായിരുന്നു. പങ്കജാക്ഷൻ കാറിലേക്ക് ചാഞ്ഞു. ഷർട്ട് കീറി തൂങ്ങി. ഞൊടിയിടയിൽ കീശയിൽ നിന്ന് ഹാൻഡ് കഫ് വലിച്ചെടുത്ത അനിരുദ്ധൻ അയാളുടെ കൈകളിൽ ബലമായി തന്നെ അത് മുറുക്കി. എടാ, പങ്കജാക്ഷൻ അലറി. നാവടയ്ക്കടാ റാസ്കൽ. കവളടക്കം ഒന്നുകൂടി കൊടുത്തിട്ട് അനിരുദ്ധൻ അയാളെ ആളുകൾക്കിടയിലൂടെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചിഴച്ചു. അന്തിച്ചന്തയിൽ അവശേഷിച്ചിരുന്നവരും അങ്ങോട്ടോടിയെത്തി. ഏവരും സ്തബ്ധരായി. നാട്ടിൽ അറിയപ്പെടുന്ന പങ്കജാക്ഷനെയാണ് CI ഷർട്ടും വലിച്ചു കീറി വിലങ്ങും വെച്ച് വലിച്ചിഴയ്ക്കുന്നത്. പങ്കജാക്ഷൻ പല്ല് കടിച്ചമർത്തിക്കൊണ്ട് അലറി. അനിരുദ്ധ, എന്നെ വിലങ്ങ് വെച്ച നിന്റെ ഈ കൈകളുണ്ടല്ലോ, നാളെ ഈ നേരത്ത് ഇത് കാണത്തില്ലടാ. പറയുന്നത് പങ്കജാക്ഷനാ. കോപം സഹിക്കവയ്യാതെ പങ്കജാക്ഷൻ ഇൻസ്പെക്ടറെ തള്ളി മാറ്റുകയും വിലങ്ങിട്ട കൈകൊണ്ട് അടിക്കുകയും ചെയ്തു. പക്ഷേ അനിരുദ്ധൻ അടി തടഞ്ഞു. ഒപ്പം പിൻകഴുത്തിൽ ആഞ്ഞൊന്ന് പൊട്ടിച്ചു. റോഡിലേക്ക് മൂക്കുകുത്തി പങ്കജാക്ഷൻ. അനിരുദ്ധന്റെ ഷൂസണിഞ്ഞ കാൽ അയാളുടെ പുറത്ത് പതിഞ്ഞു. ഒരു ജനപ്രതിനിധിയാടാ ഞാൻ. ഇവിടത്തെ ജനങ്ങൾ നിന്നെ തെരുവിലിട്ട് പട്ടിയെപ്പോലെ തല്ലിക്കൊല്ലുമടാ. അസഹ്യമായ വേദനയ്ക്കിടയിലും അയാൾ അലറി. നേതാവിന്റെ വാക്കുകൾ കേട്ട് മുമ്പിൽ നോക്കാതെ എടുത്തു ചാടുന്ന ജനങ്ങളുടെ കാലം കഴിഞ്ഞടാ. അല്ലെങ്കിൽ നീ അവരെയൊന്ന് വിളിച്ചേ, ഞാനൊന്ന് കാണട്ടെ. അനിരുദ്ധൻ പുച്ഛിച്ചു. പങ്കജാക്ഷൻ ചുറ്റും നോക്കി. പരിചയമുള്ള പല മുഖങ്ങളും കണ്ടു. പക്ഷേ അവരൊക്കെ തലതാഴ്ത്തി കളഞ്ഞു. അനിരുദ്ധൻ അയാളെ പിടിച്ചുയർത്തി. അപ്പോൾ ഷർട്ടിന്റെ ബാക്കി ഭാഗവും കീറിപ്പോയി. അനിരുദ്ധൻ അയാളെ ജീപ്പിലേക്ക് തള്ളി. ജനങ്ങൾ അകന്നു മാറി. ജീപ്പ് അലറിപ്പാഞ്ഞു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ അറസ്റ്റിൽ. പാർട്ടി കേന്ദ്രങ്ങളിൽ നിമിഷത്തിനുള്ളിൽ വാർത്തയെത്തി. പ്രധാന മെമ്പർമാർ പെട്ടെന്ന് ജില്ലാ ആസ്ഥാനത്തെത്തുവാൻ മെസ്സേജുകൾ പാഞ്ഞു. പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് വന്യമായ ഒരിരമ്പലോടെ ജീപ്പ് ബ്രേക്കിട്ടു. അകത്ത് DYSP ആന്ത്രാക്സ് ലേഖ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ കാൽക്കലേക്ക് ഒരു ചാക്കുകെട്ട് പോലെ പങ്കജാക്ഷൻ വന്നു വീണു. ലേഖ അയാളെ ഒന്ന് നോക്കിയിട്ട് അനിരുദ്ധനോട് തൃപ്തികരമായ ഭാവത്തിൽ ചിരിച്ചു. അയാൾ അറ്റൻഷനായി. വന്യമൃഗങ്ങളുടെ തോലിനേക്കാൾ കട്ടിയുണ്ടല്ലോ പങ്കജാക്ഷ തന്റെ തോലിന്. പിന്നെന്താടോ ഇതും കൂടി ഉരിഞ്ഞെടുത്ത് തോല് ഗംഗാധരന് കൊടുക്കാതിരുന്നത്? കട്ടിയുള്ളത് വേറെ ചിലത് കൂടിയുണ്ടടി, അതും നിനക്ക് ഞാൻ കാണിച്ചു തരാം. പങ്കജാക്ഷൻ അവിടെ നിന്നെണീക്കുന്നതിനിടയിൽ അവർക്ക് നേരെ കൈ ചൂണ്ടി. ലേഖ മുന്നോട്ടാഞ്ഞതും ഷൂസണിഞ്ഞ കാൽ ശക്തിയിൽ മേലേക്കുയർത്തിയതും ഒന്നിച്ചായിരുന്നു. വല്ലാത്തൊരു നിലവിളിയോടെ അയാൾ കാലുകൾക്കിടയിൽ കൈ അമർത്തി. ഇപ്പോൾ കാണിക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? അയാൾ ഒന്ന് ഞരങ്ങിയതേ ഉള്ളൂ. ലേഖ ഫോണെടുത്ത് താഴെ വെച്ചു. അനിരുദ്ധ, തമ്പുരാക്കന്മാരൊക്കെ വിളിക്കുമ്പോൾ കിട്ടാതെ വരണം. എന്നാലും അവർ ഓടിയെത്തിയേക്കും. അതിനു മുമ്പ് ഇവന്റെ നാവിൻ തുമ്പിൽ ഒളിഞ്ഞിരിക്കുന്നത് മുഴുവൻ പുറത്തു വരണം. ക്യുക്ക് സാർ. അനിരുദ്ധൻ പെട്ടെന്ന് പങ്കജാക്ഷനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി. ASI സത്യപാലൻ മാത്രം വിഷണ്ണനായി നിന്നു.
പിന്നിലെ മുറിയിലേക്കാണ് CI പങ്കജാക്ഷനെ കൊണ്ടുപോകുന്നതെന്നറിഞ്ഞ് ഉൾക്കിടിലത്തോടെ അങ്ങോട്ട് നടക്കുവാൻ തുടങ്ങിയ സത്യപാലനെ ലേഖ തടഞ്ഞു. താനെങ്ങോട്ടാ സാർ? അയാൾ തലകുനിച്ചു. കുറ്റം ചെയ്യുന്നത് പോലീസായാലും സിവിലിയനായാലും എനിക്കൊരുപോലെയാ. വരികൾക്കിടയിലെ അർത്ഥം തിരിച്ചറിഞ്ഞ അയാൾ തലകുലുക്കി. ലേഖയും ധൃതിയിൽ പിന്നിലെ മുറിയിലേക്ക് പോയി. സന്ധ്യയായി. ലൈറ്റുകൾ തെളിഞ്ഞു. ഒരു മേശയിൽ പങ്കജാക്ഷനെ കമിഴ്ത്തിക്കിടത്തി കൈകൾ മേശക്കടിയിലൂടെ ചേർത്ത് വിലങ്ങിട്ടിരിക്കുകയായിരുന്നു അനിരുദ്ധൻ. രോഷം കാരണം പങ്കജാക്ഷന്റെ കണ്ണുകൾ ചോര പോലെ ചുവന്നിരുന്നു. ലേഖയെ കണ്ടതും അയാൾ പല്ലുകൾ കടിച്ചു പൊട്ടിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ലോകം അവസാനിക്കത്തില്ലടി. അല്ലെങ്കിൽ നീ എന്നെ അങ്ങ് കൊന്നേക്കണം. വേണ്ടി വന്നാൽ അതിനും ഞാൻ മടിക്കില്ലടാ. അവർ ഒരു കസേര വലിച്ചിട്ട് ഇരുന്നു. മച്ചിൽ നിന്ന് പങ്കജാക്ഷന്റെ ശരീരത്തിലേക്ക് ശക്തമായ വെളിച്ചം വീഴുന്നുണ്ടായിരുന്നു. അയാളുടെ പുറത്ത് വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി ഒന്നു ചേർന്ന് വയറിനിരു ഭാഗത്തു കൂടിയും ഒലിച്ചിറങ്ങി. അനിരുദ്ധ, ലേഖ വിളിച്ചു. അർത്ഥം മനസ്സിലാക്കിയ അനിരുദ്ധൻ പങ്കജാക്ഷനോടടുത്തു. തന്നെ വെറുതെ തല്ലിച്ചതയ്ക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഈ മുറിയിൽ നിന്ന് ഞങ്ങൾക്കറിയേണ്ടതെല്ലാം അറിയാതെ ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും തനിക്ക് പുറത്തു പോകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തോലു ഗംഗാധരന്റെ കൈകളിൽ വന്യമൃഗങ്ങളുടെ തോലുകൾ എത്തിച്ചേർന്ന വിവരം ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങിക്കോ. പങ്കജാക്ഷൻ മിണ്ടിയില്ല. അനിരുദ്ധൻ അയാളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് തല മുകളിലേക്കുയർത്തിയതും കഴുത്തിന് ഒറ്റയടിയായിരുന്നു. അമ്മേ! അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ആദ്യമായിട്ടായിരുന്നു പങ്കജാക്ഷന്റെ ഇത്തരത്തിൽ ഒരു നിലവിളി. പറയാമോടാ? പറയാം. ഇനി രക്ഷയില്ലെന്ന് തോന്നിയത് കൊണ്ടാവാം അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ലേഖ ഒരു ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. ആ നേരത്ത് SP ജയശങ്കറുടെ സെൽഫോൺ ശബ്ദിച്ചു. ഡിസ്പ്ലേ സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ നോക്കിയിട്ട് അയാൾ കാതോട് ചേർത്തു. അതിൽ നിന്നൊരു ശബ്ദം. കാര്യങ്ങൾ പിടിവിട്ടു പോവുകയാ. അതുകൊണ്ട് അറ്റ കൈ തന്നെ പ്രയോഗിക്കേണ്ടി വന്നു. ജയശങ്കർ ഒന്ന് മൂളി. സമയം കടന്നുപോയി. രാത്രി കൂടുതൽ കടുത്തു. പങ്കജാക്ഷനെ ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം പുറത്തേക്കിറങ്ങുമ്പോൾ കേട്ട സത്യങ്ങളുടെ ഞെട്ടലിൽ നിന്ന് ഇനിയും മോചിതരായിരുന്നില്ല DYSP ആന്ത്രാക്സ് ലേഖയും CI അനിരുദ്ധനും. ഈ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ അതൊരു കൊടുങ്കാറ്റാവും. മന്ത്രിസഭ തന്നെ നിലംപതിച്ചേക്കും. ഇപ്പോഴെന്തോ ലേഖയ്ക്ക് അവ്യക്തമായ ഒരു ഭീതി തോന്നി. വലയിൽ വീഴാൻ പോകുന്നത് കൊമ്പൻ സ്രാവുകൾ മാത്രമല്ല, തിമിംഗലങ്ങൾ കൂടിയാണ്. ഒന്നിച്ച് തളയ്ക്കാനുള്ള കരുത്തുണ്ടാവുമോ കണ്ണികൾക്ക്? ലേഖയെയും അനിരുദ്ധനെയും കണ്ടപ്പോൾ സത്യപാലൻ മുഖം തിരിച്ചു കളഞ്ഞു. മാധ്യമ പ്രതിനിധികൾക്ക് ഫോൺ ചെയ്യാം എന്ന് കരുതി ലേഖ റിസീവർ എടുത്ത് നേരെ വെച്ചതേയുള്ളൂ. അടുത്ത സെക്കൻഡിൽ ബെൽ മുഴങ്ങി. ലേഖ നെറ്റിച്ചുളിച്ചു. പിന്നെ റിസീവർ എടുത്തു. യെസ്, DYSP ലേഖ. അപ്പുറത്തുനിന്ന് കേട്ട വാർത്ത. തലയിലൊരു ബോംബ് വീണതുപോലെ ലേഖ ഞെട്ടി. മൈ ഗോഡ്! ഫോൺ യാന്ത്രികമായി വെച്ചു. നിമിഷത്തിനുള്ളിൽ അവർ വിയർപ്പിൽ കുളിച്ചു. തക്കതായതെന്തോ ഉണ്ടായെന്ന് അനിരുദ്ധനും സത്യപാലനും ബോധ്യമായി. എന്തുപറ്റി സാർ? കമോൺ അനിരുദ്ധൻ! പറഞ്ഞിട്ട് അവർ വേഗം തൊപ്പിയും കേനുമെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. പിന്നാലെ അനിരുദ്ധനും. പാറാവുകാരൻ അറ്റൻഷനായി. ലേഖ സ്റ്റിയറിംഗ് വീലിന് പിന്നിലെത്തി. ജീപ്പിന്റെ തീക്കണ്ണുകൾ തെളിഞ്ഞു. ഒന്നും അറിയാൻ കഴിയാഞ്ഞതിൽ സത്യപാലന് കുണ്ഠിതം തോന്നി. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അയാൾ പങ്കജാക്ഷന്റെ അരികിലേക്കോടി. യാത്രക്കിടയിൽ അനിരുദ്ധനോട് ഒന്നും പറഞ്ഞില്ല ലേഖ. പക്ഷേ ആ മുഖത്തൊരു പരിഭ്രമമുണ്ടെന്ന് അനിരുദ്ധൻ തിരിച്ചറിഞ്ഞു. റോഡിൽ തിരക്ക് കുറവായിരുന്നു. നിലം തൊടാതെ കുതിക്കുകയാണത്. അവസാനം യാത്ര അവസാനിച്ചത് തോലു ഗംഗാധരനെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിന് മുന്നിലാണ്. ഗേറ്റിങ്കൽ തന്നെ ആളുകൾ കൂടി നിൽപ്പുണ്ടായിരുന്നു. ഒപ്പം പോലീസും. പോലീസ് ജീപ്പ് കണ്ടപ്പോൾ തന്നെ ആളുകളുടെ ശ്രദ്ധ അതിലേക്കായി. അതവളാടാ, വിടരുത്! ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ഗർജനം. ഞൊടിയിടയിൽ തന്നെ ലേഖയ്ക്ക് ആളിനെ മനസ്സിലായി. ചീങ്കണ്ണി പരമോ. ആളുകൾ ജീപ്പിനടുത്തേക്ക് വന്നതും പോലീസ് പെട്ടെന്ന് തടഞ്ഞു മാറ്റി. ഗേറ്റ് തുറന്നു. ലേഖ ജീപ്പ് അങ്ങോട്ട് കയറ്റി. ഗേറ്റ് അടഞ്ഞു. ആളുകളെ പുറത്താക്കി കരുതലോടെ നിൽക്കുകയായിരുന്നു പോലീസ്. ഒരു കാറിൽ ജീപ്പിന്റെ വെളിച്ചം തൊട്ടൊഴിഞ്ഞു. SP സാർ, അവൻ മന്ത്രിച്ചു. കാറിന് പിന്നിൽ ജീപ്പ് നിന്നു. ഇരുവരും ചാടിയിറങ്ങി. മുന്നിൽ നിന്നിരുന്ന പോലീസുകാർ മുഴുവൻ അറ്റൻഷനായി. SP-യെ അവിടെയെങ്ങും കണ്ടില്ല. ജയശങ്കർ സാർ എന്തിയടോ? ഒരു SI-യോട് അവർ തിരക്കി. സാർ ഡോക്ടറുടെ റൂമിലേക്ക് പോയിരിക്കുകയാണ്. ലേഖ ധൃതിയിൽ ചുവടുകൾ വെച്ചു. പിന്നാലെ അനിരുദ്ധനും. ഇരുവരും കോണിപ്പടികൾ കയറി തോലു ഗംഗാധരനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂമിന് മുന്നിലെത്തി.
അവിടെയും പോലീസ് ഉണ്ടായിരുന്നു. വാതിൽ ചാരിയിരുന്നു. ഒരു പോലീസുകാരൻ വാതിൽ തുറന്നു. അകത്തേക്ക് കാൽകുത്തിയ ലേഖ തറയിൽ തറഞ്ഞ മാതിരി നിന്നുപോയി. അത്തരമൊരു കാഴ്ചയായിരുന്നു അത്. പകുതി കട്ടിലിലും പകുതി തറയിലുമായി മലർന്നു കിടക്കുന്നു തോലു ഗംഗാധരൻ. കണ്ണുകൾ തുറച്ചും വായ് തുറന്നുമിരിക്കുന്നു. വായിൽ നിന്ന് കൊഴുത്ത ചോര കവിളിലൂടെ ഒലിച്ച് തറയിലേക്ക് വീണ് തളം കെട്ടി കിടക്കുന്നു. അസഹ്യമായ വേദനയിൽ പെട്ടിട്ടെന്ന വണ്ണം ഇടതുകൈ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചിട്ടുണ്ട്. ലേഖ ഒന്നും പറയാതെ തലയിൽ നിന്ന് തൊപ്പിയെടുത്തു. അനിരുദ്ധനും. കാര്യമെല്ലാം അയാൾക്ക് ബോധ്യമായി കഴിഞ്ഞിരുന്നു. മുറി ആകമാനം കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു അവർ. പിന്നിൽ ഒരു കാൽപ്പെരുമാറ്റം. ലേഖ തിരിഞ്ഞു നോക്കി. SP ജയശങ്കർ. സാർ. ലേഖയും അനിരുദ്ധനും അറ്റൻഷനായി. SP ഗംഗാധരന്റെ മൃതദേഹത്തിലേക്കും ലേഖയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഇയാൾ ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് നീ അറിഞ്ഞിരുന്നതല്ലേ? സാർ, ഞാൻ അതിന്. നോ, ഷട്ടപ്പ്. കം ടു മൈ ഓഫീസ്. പറഞ്ഞിട്ട് ജയശങ്കർ പിന്തിരിഞ്ഞു. അതിനിടെ അനിരുദ്ധനോടും പറഞ്ഞു, താൻ ഇവിടെ ഉണ്ടായിരിക്കണം സാർ. ലേഖ SP പിന്നാലെ പടികൾ ഇറങ്ങി വരുമ്പോൾ ഒരലർച്ച. എടീ! ലേഖ വെട്ടിത്തിരിഞ്ഞു. ഗോപിനാഥ് വല്ലാതെ വയലന്റായി ഇടനാഴിയിലൂടെ പാഞ്ഞു വരികയാണ് അവൻ. എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഞാൻ വിടില്ലടി. പെട്ടെന്ന് ജയശങ്കർ ഇടയ്ക്ക് കയറി അവനെ തടഞ്ഞു. ഗോപിനാഥ്, വേണ്ട. കൊല്ലും സാറേ, ഞാൻ ആ പട്ടിച്ചയെ കൊല്ലും. SP കൈകളിൽ നിന്ന് കുതറാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചീത്ത വിളിച്ചു. എന്ത് കാഴ്ച കാണാൻ നിൽക്കുകയാണേ നീ? പോ എന്റെ ഓഫീസിലേക്ക്. ജയശങ്കറും ലേഖയോടലറി. അവൾ പുറത്തു കടന്നപ്പോഴേക്കും 2 പോലീസുകാർ ഓടിവന്ന് SP കയ്യിൽ നിന്ന് ഗോപിനാഥിനെ പിടിച്ചുകൊണ്ടുപോയി. ആൾക്കൂട്ടത്തിനിടയിലൂടെ തന്നെ ലേഖ ജീപ്പോടിച്ചു പോയി. SP ഓഫീസിൽ അവൾക്ക് പിന്നാലെ തന്നെ ജയശങ്കറും എത്തിക്കഴിഞ്ഞു. തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ച ലേഖയോട് ഒന്നിരിക്കാൻ പോലും പറഞ്ഞില്ല ജയശങ്കർ. ഈ ജില്ലയിലെ പോലീസിന് മുഴുവൻ നീ കാരണം തലവേദനയായി. ഒരു രാഷ്ട്രീയക്കാരനകത്ത്. അയാളുടെ പാർട്ടിക്കാരനെ നീ കൊന്നു. പൂരത്തിന് ഇനി വല്ലതും വേണോ? സാർ, വളരെ സൗമ്യമായി ലേഖ അറിയിച്ചു. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ആ മനുഷ്യനെ കൊന്നിട്ടില്ല. ഇല്ലേ? പിന്നെ ആരാടി അത് ചെയ്തത്? അത് ഞാൻ തെളിയിക്കാം. വേണ്ട വേണ്ട, തെളിയിച്ചിടത്തോളം മതി. ഇനി ഇതുകൂടി തെളിയിക്കാൻ വിട്ടാൽ എത്ര പേരുടെ ശവങ്ങൾ കൂടി കാണേണ്ടി വരുമെന്ന് ആർക്കറിയാം? സാർ, അസ്വസ്ഥയായി ലേഖ വിളിച്ചു. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സെങ്കിലും അങ്ങയ്ക്കുണ്ടാവണം. ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അയാളെ ചോദ്യം ചെയ്തു എന്നതും ശരിയാണ്. നീ അയാളെ തല്ലിയില്ലേ? മരിക്കാൻ പാകത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഇല്ലെന്നുള്ളതും മറ്റൊരു കാര്യം. അപ്പോൾ ഡോക്ടർ ഒരു കിറുക്കനാണെന്നാണോ പറഞ്ഞു വരുന്നത്? നോ സാർ, അയാൾ വളരെ ബുദ്ധിമാൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ തോലു ഗംഗാധരന്റെയും പങ്കജാക്ഷന്റെയും പുത്തൻ മണം മാറാത്ത നോട്ടുകെട്ടുകൾ കണ്ടപ്പോൾ കണ്ണുമിഴിച്ചു പോയതും അങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് നൽകിയതും. ഷട്ടപ്പ്. പരിസരം മറന്ന് അലറിപ്പോയി ജയശങ്കർ. നീയല്ലാതെ മറ്റാരും അവിടെ ചെന്നിട്ടില്ലെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് മൊഴി തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നിനക്കിനി കോടതിയിൽ സത്യം തെളിയിക്കാം. SP ഒരു കവർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. യു ആർ അണ്ടർ സസ്പെൻഷൻ. സാർ. ഹൃദയം പിളർന്ന് ഒരു ബുള്ളറ്റ് ചീറിയതുപോലെ തോന്നി ലേഖയ്ക്ക്. ഇത്ര വേഗത്തിൽ അങ്ങ് ഇത്തരമൊരു ഡിസിഷൻ? ഐ ആം സോറി. മുകളിൽ നിന്നുള്ള ഉത്തരവ് ഞാൻ പാലിക്കണമല്ലോ. തനിക്കിട്ടൊന്ന് കുത്തിയതാണ് അതെന്ന് ലേഖയ്ക്ക് ബോധ്യമായി. അവളുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞ ഒരു ചിരിയുണ്ടായി. ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമെന്നും അപ്പോഴേക്കും സസ്പെൻഷൻ ഓർഡർ തയ്യാറാക്കി വെക്കണമെന്നും മുകളിൽ നിന്നും ഉത്തരവും കിട്ടിയിരുന്നോ സാർ? വാട്ട് യു മീൻ? SP അവരെ തുറച്ചു നോക്കി. നത്തിങ് സാർ. അവർ പെട്ടെന്ന് അറ്റൻഷനായി. പിന്നെ കവറുമായി പുറത്തേക്ക് നടന്നു. പക്ഷേ വാതിൽക്കലെത്തിയിട്ട് അവൾ തിരിഞ്ഞു. SP നെറ്റി ചുളിച്ചു. സാർ. അവളുടെ ശബ്ദം ബുള്ളറ്റ് പോലെ ചീറി. ഈ ഒരു സസ്പെൻഷൻ കൊണ്ട് എന്നെ ഒതുക്കിക്കളയാമെന്ന് കരുതണ്ട. ആഞ്ഞടിക്കും ഞാൻ. എല്ലാം കഴിയുമ്പോൾ തൊപ്പിയില്ലാതെ വരുന്നത് സാറിന്റെ തലയിലായിരിക്കും. SP ജയശങ്കർ എന്തോ പറയുവാൻ ഭാവിച്ചു. നോ. അവൾ കൈ ചൂണ്ടി. നിങ്ങളുടെ ജൂനിയർ ഓഫീസറല്ല ഇപ്പോൾ ഞാൻ. ആദ്യത്തെ അടി ഇവിടെ മുതൽ തുടങ്ങും. SP സ്തബ്ധനായി. കൊടുങ്കാറ്റായി അവൾ പുറത്തേക്ക് കുതിച്ചു. ബാക്കി ഭാഗം നാളെ.